നമസ്കാരം. യോഗി ആദിത്യനാഥിൻ്റെ ചില വെളിപ്പെടുത്തലുകളുണ്ട്. യു.പി. മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് നമ്മുടെ കഴിഞ്ഞ കുറേ നാളിന് മുമ്പ് സുപ്രീം കോടതി, ഏകദേശം ഒരു മാസത്തോളം ആകുന്നു, സുപ്രീം കോടതി പറഞ്ഞു ഒരു കാരണവശാലും ബുൾഡോസർ രാജ് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള വിവരം അടിവരയിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടും അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് യു.പി. ആദിത്യനാഥിൻ്റെ വകയായുള്ള കാര്യക്ഷമമായ ഒരു ബുൾഡോസർ രാജ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായി സംഭൽ എന്ന് പറയുന്ന മേഖലയിലാണ്. സംഭൽ നമുക്കറിയാം, അവിടുത്തെ ഒരു മസ്ജിദ് ഹിന്ദു ക്ഷേത്രമാണ് എന്നുള്ള നിലയിൽ സർവേ കഴിഞ്ഞു. അവിടെ 6 യുവാക്കൾ വെടിയേറ്റ് മരിച്ചു. 90ഓളം പേരെക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് വരെ അവിടുത്തെ പോലീസ് ഇറക്കിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനോട് ചേർന്നിട്ടുള്ള വീടുകളും കടകളുമൊക്കെ കയ്യേറ്റ ഭൂമിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം ഇടിച്ചു പൊളിച്ച് നിരത്തിക്കളയുകയാണ് ഇപ്പോൾ യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും, നമുക്കറിയാൻ കഴിയും. അതിൽ സംഭലിലെ മുഖ്യമന്ത്രിയായ സംഭലിലെ MP ആയ സിയ ഉമർ റഹ്മാൻ്റെ ഖർബിൻ്റെ വീടും ഈ കാരണം പറഞ്ഞിട്ട് അനുമതിയില്ലാതെയാണ് ആ വീട് നിർമ്മിച്ചത് എന്ന് പറഞ്ഞ് ഒരു MP-യുടെ വീടും പൊളിച്ച് ദൂരെ കളഞ്ഞു. ഇതാണ് യോഗി ആദിത്യനാഥിൻ്റെ സംസ്കാരം. ഈ സംസ്കാരം വെച്ചുകൊണ്ടാണ് നമ്മളെ പലതും പഠിപ്പിക്കാൻ യോഗി ആദിത്യനാഥ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന അലഹബാദ് ജഡ്ജി കഴിഞ്ഞ ദിവസം വളരെ വ്യക്തതയോടുകൂടി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് വിവാദപരമായ പ്രഖ്യാപനം എന്ന് നമുക്ക് പറയാം. ഇവിടെ ഭൂരിപക്ഷത്തിന് വേണ്ടിയാണ് നിയമങ്ങളുള്ളതെന്നും അതോടൊപ്പം തന്നെ ഭൂരിപക്ഷക്കാർ ഇതിനെ മനസ്സിലാക്കണമെന്നും ന്യൂനപക്ഷക്കാരെ അടിച്ചമർത്തണമെന്നും എന്നുള്ള തരത്തിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അവർ നശിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ പൈതൃകത്തെയാണ്, നമ്മുടെ പാരമ്പര്യത്തെയാണ് എന്ന് ഒരു വേദിയിൽ നിന്ന് അട്ടഹസിച്ച അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള തീരുമാനം സുപ്രീം കോടതി എടുത്തു. ഇതിനെതിരെയും ഈ പറയുന്ന നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയേ പറ്റൂ, അല്ലാതെ വേറൊന്നും പറ്റൂല. ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി ഇവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമെന്നുമുള്ള വ്യത്യാസമില്ലാതെ ആക്കണം. അതുകൊണ്ട് ഇവിടെ യൂണിഫോം സിവിൽ കോഡ് ഇവിടെ ആവശ്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഭൂരിപക്ഷത്തിൻ്റെ നയമനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ ഇതനുസരിച്ചിട്ടാണ് നയങ്ങൾ പലതും രൂപീകരിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഓരോ മതക്കാർക്കും അല്ലെങ്കിൽ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരെ ചുറ്റിപ്പറ്റി പറയുന്നത് ഒരു കൈയിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും കൈകൊണ്ട് അതിനെ ഞെരിച്ചമർത്തി ഇല്ലാതാക്കുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്നാണ് യോഗി ആദിത്യനാഥിൻ്റെ പുതിയ കണ്ടെത്തൽ. അപ്പോൾ ഭരണഘടന ചുട്ട് ചാമ്പലാക്കണമെന്ന് പറഞ്ഞ RSSകാരാണോ ഇവിടെ ഭരണഘടനയെ സംരക്ഷിച്ചു പിടിക്കുന്നത്? അതൊരു വലിയ പ്രശ്നമാണ്. RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്ത് ഹിന്ദു വർഗീയത നടപ്പിലായി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ദർഗകളിലും മസ്ജിദുകളിലുമൊക്കെ ആരുടെയൊക്കെയോ ശിവനും കൃഷ്ണനുമൊക്കെ കുടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടങ്ങളിൽ സർവേ നടത്താൻ വേണ്ടി കോടതി മുഴുവൻ കയറി ഇറങ്ങുന്ന RSS ആണോ രാജ്യത്ത് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്? ചോദ്യങ്ങൾ പലതുണ്ട്. ജനങ്ങൾ ആ ചോദ്യങ്ങൾ പലതും ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ന്യൂനപക്ഷങ്ങളും തമ്മിലുള്ള വ്യത്യാസമില്ലാതെയാക്കണം. എങ്ങനെ? ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ. ഇവിടെ ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം. എന്ത് പറ്റി? ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാതിരിക്കുകയാണോ? അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റു ലോകരാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് അവിടുത്തെ ഓരോ രാജ്യങ്ങളിലുമുള്ള ഭൂരിപക്ഷത്തിൻ്റെ രീതി അനുസരിച്ച്, അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണത്രേ അവിടുത്തെ നിയമങ്ങൾ പലതും ഒരു നയരൂപീകരണം പോലും ഉണ്ടാകുന്നത്. എന്നാൽ രാജ്യത്തെ സ്ഥിതി വേറൊന്നാണ്. ഇവിടെ ന്യൂനപക്ഷത്തിനൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നയരൂപീകരണങ്ങളാണ് പലപ്പോഴും ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അത് യോഗി ആദിത്യനാഥിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഭൂരിപക്ഷത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഭൂരിപക്ഷത്തെ കൂടെ നിൽക്കുന്ന ഇവരും കൂടി, കോൺഗ്രസ് പാർട്ടിക്കാരും കൂടി രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണത്രേ. ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണത്രേ. രാജ്യത്തിൻ്റെ ഒരു ചരിത്രത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. അതുപോലെ ആരും തന്നെ ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തെ മാനിക്കുന്ന പോലുമില്ല. ഇതാണ് യോഗി ആദിത്യനാഥിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. രാജ്യത്തിൻ്റെ പൈതൃകത്തെ മാനിക്കുന്നില്ല. കാര്യം എന്താ? ഇവിടെ രാമനും കൃഷ്ണനും ഒക്കെ ജീവിച്ചിരുന്നു എന്ന് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല അത്രേ.
ഇതൊക്കെ അവർ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിൽ രാജ്യത്തിന് യാതൊരു പ്രതീക്ഷയുമില്ല. ഇപ്പോൾ ആകെ പ്രതീക്ഷയുള്ളത് ബി ജെ പിക്കാരിലാണ്. ബി ജെ പിക്കാർ രാജ്യത്തെ രാമൻ്റെയും കൃഷ്ണൻ്റെയും നാടാക്കി മാറ്റും എന്നുള്ള ചിന്താഗതിയിലാണ് ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയായിരിക്കാം ഒരുപക്ഷെ യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഇപ്പോഴത്തെ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളത്. ഇതിനിടയ്ക്ക് ജഗദീപ് ധൻഖറെ ഇംപീച്ച് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആവശ്യം, അതായത് ഉപരാഷ്ട്രപതിയാണല്ലോ, അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അത് പറയുന്നത് അവിടെ കർഷകരെ പ്രലോഭിപ്പിക്കാനുള്ള ഒരു ശ്രമവും അദ്ദേഹം മറക്കാതെ കൊണ്ടാടുന്നു. അദ്ദേഹം ഒരു കർഷകന്റെ മകനായതുകൊണ്ടാണോ, ആര്, ജഗദീപ് ധൻഖർ ഒരു കർഷകന്റെ മകനായി പോയത് കൊണ്ടാണോ ഈ പറയുന്ന പോലെ ഒരു ഇംപീച്ച്മെന്റിന് അദ്ദേഹത്തെ എറിഞ്ഞു കൊടുക്കുന്നത്, അല്ലെ അങ്ങനെ ഒരു ആവശ്യം പ്രതിപക്ഷം കോൺഗ്രസ് ഉയർത്തുന്നത് അതുകൊണ്ടാണോ എന്നൊരു ചോദ്യമാണ്. അതായത് കർഷകരെ വഞ്ചിക്കുകയാണ്. ഒരു കർഷകന്റെ മകനായ ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയായപ്പോൾ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ്സുകാർ കർഷകരോട് ഇപ്പോൾ കാണിക്കുന്നത് എന്താത്മാർത്ഥതയാണ് എന്നുള്ള ഒരു വലിയൊരു ചോദ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക്, കർഷകരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി ഇറക്കുന്ന അടുത്ത ഒരു കാർഡാണ് ഈ പറയുന്ന ജഗദീപ് ധൻഖറെ കർഷകന്റെ മകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തിരിക്കുന്നത്. രാജ്യം പി ചിദംബരം പറഞ്ഞ പോലെ രാജ്യം ഒരു സമ്പന്നമൊന്നുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. രാജ്യം വളരാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം രാമക്ഷേത്രത്തിന് മുൻപും പിൻപും എന്നുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് നോക്കുമ്പോൾ രാജ്യത്തെ സാധാരണക്കാർ എത്രത്തോളം കഷ്ടതയാണ് രാമക്ഷേത്രം വന്നതിന് ശേഷം അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില എവിടെ നിൽക്കുന്നുവെന്ന് നമുക്കറിയാം. കർഷകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എത്രത്തോളമാണ് എന്നറിയാം. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 100 രൂപ 25 രൂപയ്ക്ക് 1 കിലോ ഏത്തപ്പഴം വാങ്ങാൻ ചെല്ലുമ്പോൾ അതിൽ വീണ് കിടക്കുന്ന കർഷകന്റെ കണ്ണീരിൻ്റെ ഉപ്പാണ്. ഇത് നമുക്കറിയാം. അപ്പോൾ ഈ രാജ്യത്ത് പാചകവാതകത്തിന്റെ വിലയിൽ എന്തുമാത്രം വർധന ഉണ്ടായി എന്ന് നമുക്കറിയാം. മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിലയേക്കാൾ 10 മടങ്ങായി നമ്മുടെ വാതകത്തിൻ്റെയും അതോടൊപ്പം നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളുടെയും വില വർധനവ് എന്ന് നമുക്കറിയാം. ഡോളറിൻ്റെ വില ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം എത്രത്തോളം താണു എന്നറിയാൻ ഡോളറും ഇന്ത്യൻ മണിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമ്മൾ പരിശോധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ രാജ്യം ഇതൊക്കെ കൊണ്ടാണ് സമ്പന്നമെന്ന് യോഗി ആദിത്യനാഥ് പറയുന്നത്. രാജ്യത്ത് എത്രത്തോളം ബി ജെ പിയുടെ ഭരണം വന്നതിന് ശേഷം എത്രത്തോളം പിന്നോക്കം വന്നു എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ എന്നിരുന്നാലും യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാജ്യം, അതോടൊപ്പം ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള അദമ്യമായ ആഗ്രഹവും കർഷകരോടുള്ള ഇപ്പോഴത്തെ വല്ലാത്ത പ്രണയവും ഒക്കെ എന്തൊക്കെയോ ചില സൂചനകളാണ് തരുന്നത്. ലോകം മുഴുവൻ അല്ലെങ്കിൽ ആ സംസ്ഥാനം മുഴുവൻ ഇടിച്ച് പൊളിച്ച് നിരത്തി ദർഗകളും മസ്ജിദുകളും പൊളിച്ച് ദൂരെ കളയാൻ വേണ്ടി അദ്ദേഹം എടുക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം എടുക്കുന്ന ഈ എഫർട്ട് അതാരും കാണാതെ പോകരുത്. രാജ്യത്തെ മതനിരപേക്ഷത അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് അത്രത്തോളം വാതോരാതെ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉത്തർപ്രദേശിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം ഇടിച്ചു പൊളിച്ച് കളയുക എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങളുടേത് മാത്രം. പല പള്ളികളുടെയും പല മതിലുകളും കവാടങ്ങളും മതിൽക്കെട്ടുകളും ഒക്കെ ഇടിച്ച് നിരത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന രീതി. ബുൾഡോസറുമായി ഇറങ്ങിയിട്ടുണ്ട്. ആ ബുൾഡോസറുമായി ഇവിടുത്തെ രാജ്യത്തെ സുപ്രീം കോടതി, പരമോന്നത നീതിപീഠം നിർദ്ദേശിച്ചതുപോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ നടപടികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.